നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലൈഫ്? ഡെഫിനറ്റ്ലി ഈ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പോലും ബന്ധമുണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും നിങ്ങൾക്കും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അത്രമാത്രം സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ വളരെ കൂടുതലാണ്. ആ ഒരു ലവ് എനർജി വൈബ്രേഷൻ വളരെ കൂടുതലാണ്, ആ ഒരു ഇന്റൻസിറ്റി. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങളിൽ ഒരാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമോ, മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ പല പ്രാവശ്യം, മേ ബി നിങ്ങളായിരിക്കാം, പല പ്രാവശ്യം ഈ തീരുമാനം നിങ്ങൾ വളരെ ഉറച്ച തീരുമാനം എടുത്തിട്ടും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആവാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഫിസിക്കലി സെപ്പറേറ്റഡ് ആവാൻ കഴിയും, പക്ഷെ നിങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ എത്രമാത്രം ആഴത്തിലുള്ള അടുപ്പമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയൻ അത്രമാത്രം ഇന്റൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേറ്റഡ് ആവാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എടുക്കാൻ കഴിയുന്നില്ല. യെസ്, അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയ നിമിഷം മുതൽ അവരൊരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. അവർക്ക് ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈഫിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവരുടെ ഓരോ ദിവസങ്ങളും ഓരോ രാത്രിയും അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. അത്രമാത്രം അവരെ ഈ ഒരു സെപ്പറേഷൻ വേദനിപ്പിക്കുന്നുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് യെസ്, ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ലൈഫിൽ മാത്രമേ അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ഇൻറ്റ്യൂഷൻസ് പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. മേ ബി നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താണ് കാർമിക് സിറ്റുവേഷൻ മാറുന്നുണ്ടായിരിക്കാം. എന്ത് കാരണം കൊണ്ടാണോ, ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നത്, ആ ഒരു സിറ്റുവേഷന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ വ്യക്തി തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമാണ്, വളരെ പോസിറ്റീവാണ്. ഈ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളതാണ്. ആ ഒരു മിറാക്കിൾ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു റെഡ് കളർ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം. അതുപോലെ തന്നെ നമ്പർ 3 or 33 ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് എന്ന് കാണുന്നു. നമ്പർ 27, നമ്പർ 8 ആൻഡ് 49 ഇതൊക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്പർ 5. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിൽ ഈ വ്യക്തി ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, യെസ്, നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ അധികം
സത്യസന്ധമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രണയമാണ്. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുള്ളത് വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വ്യക്തിയുടെ പ്രണയത്തിലും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള ദിവസങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു മൊമെന്റ് ആണ് അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. യെസ്, ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മിറാക്കിൾ ഇത് തന്നെയാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു, റീച്ചിങ് ഔട്ട്. ഓക്കെ, ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അത് ഏതൊരു മൊമെന്റിലും നിങ്ങളുടെ, ചിലപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല എങ്കിൽ പോലും ഒട്ടുമിക്ക പേർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ ക്ലാരിഫിക്കേഷനിലൂടെയും വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനോ നിങ്ങളെ മീറ്റ് ചെയ്യാനോ ഉള്ള സാധ്യതയാണ് ഏറെ കാണുന്നത്. ഓക്കെ, അത്രയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് നോക്കാം. യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ, ഐ ലവ് ബീയിങ് വിത്ത് യു. നിങ്ങളോട് എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ലോകം തന്നെ അത്രയും മനോഹരമാക്കിയത് നിങ്ങളാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആൻഡ് യു ആർ മൈൻ, ഐ ലവ് യു. അല്ലേ, നിങ്ങൾ എൻ്റേതാണ്, അത്രമാത്രം ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നവർ മനസ്സിലാക്കുന്നു. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, ഐ വിഷ് ടു സർപ്രൈസ് യു. ഡെഫിനറ്റ്ലി ആ ഒരു മിറാക്കിൾ തന്നെ നിങ്ങൾ വളരെയധികം സർപ്രൈസ് ആയി പോവും. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന നിമിഷത്തിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസ് തന്നെ അവർ നിങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് തന്നെ ആ ഒരു സർപ്രൈസ് തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഐ ആം സോറി. ഓക്കെ, ഇത്രയധികം അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങളോട് സോറി പറയുന്നു. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, അവർ നിങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ, ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ, നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് ഇപ്പോഴും ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ. നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു.